അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. 4ാം ക്ലാസ്സിലെ ഫിഖ്ഹിൻ്റെ ചില പാഠങ്ങൾ നമുക്ക് നോക്കാം. ഫിഖ്ഹിൻ്റെ 1ാമത്തെ പാഠം നിസ്കാരം എന്നതാണ്. നിസ്കാരത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന പാഠമാണ്. നമുക്ക് പാഠഭാഗം നോക്കാം. നിസ്കാരം അതിമഹത്തായ ഇബാദത്താണ്. ലാ ഹല്ല ഫിൽ ഇസ്ലാമി ലിമൻ തറക സ്വലാഹ്. നിസ്കാരം ഉപേക്ഷിക്കുന്നവന് ഇസ്ലാമിൽ യാതൊരു അവകാശവുമില്ല എന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞിരിക്കുന്നു. നുബുവത്തിൻ്റെ 11ാം വർഷം റജബ് മാസം 27-ാം രാവിലാണ് 5 വക്ത് നിസ്കാരം നിർബന്ധമാക്കപ്പെട്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചു? നിസ്കാരം അതിമഹത്തായ ഇബാദത്താണ്, വളരെയേറെ പുണ്യമുള്ള ഇബാദത്താണ് നിസ്കാരം. ഒരു ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ വാചകം കൂടി നമ്മൾ പഠിച്ചു. ലാ ഹല്ല ഫിൽ ഇസ്ലാമി ലിമൻ തറക സ്വലാ. അതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ്: നിസ്കാരം ഉപേക്ഷിക്കുന്നവന് ഇസ്ലാമിൽ യാതൊരു അവകാശവുമില്ല. നിസ്കാരം നിർബന്ധമാക്കപ്പെട്ടതോ നുബൂവത്തിൻ്റെ 11ാം വർഷം റജബ് മാസം 27-ാം രാത്രിയിലാണ് 5 വക്ത് നിസ്കാരം നിർബന്ധമാക്കപ്പെട്ടത്. ഇനി നമുക്ക് നിസ്കാരം നിർബന്ധമാവാൻ 4 ഷർത്തുകളുണ്ട്, അത് നോക്കാം. നിസ്കാരം നിർബന്ധമാവാൻ 4 ഷർത്തുകളുണ്ട്. 1 മുസ്ലിമാവുക, 2 പ്രായപൂർത്തിയാവുക, 3 ബുദ്ധിയുണ്ടാവുക, 4 ഹൈള് നിഫാസ് എന്നിവയിൽ നിന്ന് ശുദ്ധിയുണ്ടാവുക. ബുദ്ധിയുണ്ടാവുക എന്നതിൻ്റെ ഭാഗം അവിടെ വിശദീകരിക്കുന്നു. ലഹരി ഉപയോഗിച്ച് ബുദ്ധി നഷ്ടപ്പെടുത്തിയവർക്ക് നിസ്കാരം നിർബന്ധമാണ്. സാധാരണ ബുദ്ധി പോയാൽ മാത്രമേ അവിടെ നിസ്കാരം നിർബന്ധമില്ലാത്തതാവുകയുള്ളൂ. എന്നാൽ നമ്മുടെ കാരണം കൊണ്ട് നമ്മൾ ചില കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ബുദ്ധി നഷ്ടപ്പെട്ടു പോയാൽ ആ നിസ്കാരം നിർബന്ധമാണ്. അപ്പോൾ നിസ്കാരം നിർബന്ധമാവാനുള്ള 4 ഷർത്തുകൾ: മുസ്ലിമാവുക, പ്രായപൂർത്തിയാവുക, ബുദ്ധിയുണ്ടാവുക, ഹൈള് നിഫാസ് എന്നിവയിൽ നിന്ന് ശുദ്ധിയാവുക. എന്ന് നമുക്ക് നോക്കാം. പ്രായപൂർത്തിയുടെ അടയാളങ്ങൾ. പ്രായപൂർത്തിയായി എന്നുള്ള ഇതിൻ്റെ അടയാളങ്ങൾ നമുക്കിവിടെ നോക്കാം. 3 എണ്ണമാണ്. 1 15 വയസ്സ് പൂർത്തിയാവുക. 15 വയസ്സ് പൂർത്തിയായാൽ പ്രായപൂർത്തി ആയി. 2 മനിയ് പുറപ്പെടുക. മനിയ് പുറപ്പെട്ടാൽ പ്രായപൂർത്തിയായി. 3 ഹൈള് ഉണ്ടാവുക, ആർത്തവം ഉണ്ടാവുക സ്ത്രീകൾക്ക്, എന്നാൽ അവിടെ പ്രായപൂർത്തി ആയി. നമുക്കിതുമായി ബന്ധപ്പെട്ട ചില വിശദീകരണമാണ്. ഹൈളിൻ്റെ പ്രായത്തിൽ ഏറ്റവും ചുരുങ്ങിയത് ഏകദേശം 9 വയസ്സാകുന്നു. ഹൈള് ഉണ്ടാകാനുള്ള ഏറ്റവും ചുരുങ്ങിയ പ്രായം ഏകദേശം 9 വയസ്സാണ്. 7 വയസ്സായ കുട്ടികളോട് നിസ്കരിക്കാൻ കൽപ്പിക്കണം. 7 വയസ്സായാൽ നിസ്കരിക്കാൻ വേണ്ടി കുട്ടികളോട് കൽപ്പിക്കണം. 10 വയസ്സായാൽ നിസ്കരിച്ചില്ലെങ്കിൽ അടിക്കണം. ഒരു കുട്ടിക്ക് 10 വയസ്സായാൽ ആ കുട്ടി നിസ്കരിക്കുന്നില്ല എങ്കിൽ ആ കുട്ടിയെ അടിക്കണം. ഇവ രണ്ടും രക്ഷിതാക്കളുടെ ബാധ്യതയാണ്. ഈ കാര്യം രക്ഷിതാക്കളുടെ ബാധ്യതയാണ്. സമയമായാൽ ഉടൻ നിസ്കരിക്കണം. സമയമായാൽ ഉടനെ നിസ്കരിക്കണം. കാരണം കൂടാതെ നിസ്കാരം സമയത്തെ വിട്ട് പിന്തിക്കാൻ പാടില്ല. ഒരു കാരണവുമില്ലാതെ നിസ്കാരം സമയത്തെ വിട്ട് പിന്തിക്കാൻ പാടില്ല. കാരണം ഏതാണെന്നറിയോ? ഉറക്കം, മറവി എന്നിവയാണ് കാരണങ്ങൾ. ഒരാൾ ഉറക്കം കൊണ്ട് നിസ്കാരം നഷ്ടപ്പെട്ടു പോയി, ഒരാൾ മറവി കൊണ്ട് മറന്നുകൊണ്ട് നിസ്കാരം നഷ്ടപ്പെട്ടു പോയി. എന്നാൽ അത് നിസ്കാരത്തിൻ്റെ ഒഴിവാകാനുള്ള അല്ലെങ്കിൽ നഷ്ടപ്പെട്ട് കുറ്റം കിട്ടാതിരിക്കാനുള്ള കാരണങ്ങളാണ്. മറ്റുള്ള കാരണങ്ങളെല്ലാം കൊണ്ട് നിസ്കാരം നഷ്ടപ്പെട്ടു പോയാൽ അവൻ കുറ്റക്കാരനാകും. അവന് അതിൻ്റെ പേരിൽ ശിക്ഷ നേരിടേണ്ടി വരും. ഇനി ഖളാ ആയാൽ ഉടനെ ഖളാ വീട്ടണം. ഒരാൾക്ക് എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ഖളാ ആയാലോ ഉടനെ തന്നെ അതിനെ ഖളാ വീട്ടണം. എന്നാൽ ഹൈളോ നിഫാസോ ഉള്ള അവസരം നിസ്കരിക്കൽ ഹറാമാണ്. ഒരു സ്ത്രീക്ക് ഹൈളുണ്ടായി അല്ലെങ്കിൽ നിഫാസ് ഉണ്ടായി, എന്നാൽ ആ സമയത്ത് നിസ്കരിക്കൽ ഹറാമാണ്. അതിനെ ഖളാ വീട്ടാനും പാടില്ല. ആ സമയത്തെ നിസ്കാരം ഖളാ വീട്ടലും പാടില്ലാത്തതാണ്. ഇനി ഈ ഭാഗത്തിലുള്ള തദ്രീബാത്ത് നോക്കാം. പാഠഭാഗത്തിൻ്റെ തദ്രീബാത്ത് 1-ാം ഭാഗം.
നിസ്കാരം നിർബന്ധമാക്കപ്പെട്ട വർഷം ഏത്? നിസ്കാരം നിർബന്ധമാക്കപ്പെട്ട വർഷം ഏത്? ഉത്തരം നുബുവത്തിൻ്റെ 11-ാം വർഷം. നുബുവത്തിൻ്റെ 11-ാം വർഷം. ചോദ്യം 2. നിസ്കാരം നിർബന്ധമാവാനുള്ള ഷർത്തുകൾ എത്ര? നിസ്കാരം നിർബന്ധമാവാനുള്ള ഷർത്തുകൾ 4 എണ്ണമാണ്. 1. മുസ്ലിമാവുക. 2. പ്രായപൂർത്തിയാവുക. 3. ബുദ്ധിയുണ്ടാവുക. 4. ഹൈള് നിഫാസ് എന്നിവയിൽ നിന്ന് ശുദ്ധിയുണ്ടാവുക. ചോദ്യം 3. ഖളാ വീട്ടാൻ പാടില്ലാത്ത നിസ്കാരം ഏത്? ഖളാ വീട്ടാൻ പാടില്ലാത്ത നിസ്കാരം ഹൈള് നിഫാസ് ഉള്ള അവസരം നിസ്കരിക്കൽ ഹറാമാണ്. ആ സമയത്തെ നിസ്കാരം ഖളാ വീട്ടലും പാടില്ലാത്തതാണ്. ചോദ്യം 4. പ്രായപൂർത്തിയുടെ അടയാളങ്ങൾ എന്തെല്ലാം? പ്രായപൂർത്തിയുടെ അടയാളങ്ങൾ എന്തെല്ലാം? ഉത്തരം 15 വയസ്സ് പൂർത്തിയാവുക, മനിയ് പുറപ്പെടുക, ഹൈള് ഉണ്ടാവുക. ഇവയെല്ലാം പ്രായപൂർത്തിയുടെ അടയാളങ്ങളാണ്. ഇനി ചോദ്യത്തിൻ്റെ 2ാമത്തെ ഭാഗം ശരി തെറ്റ് അടയാളപ്പെടുത്തുക. 1. നിസ്കാരം നിർബന്ധമാവാനുള്ള ഷർത്തുകൾ. ഇവിടെ ചില ഭാഗങ്ങൾ നൽകിയിട്ടുണ്ട്. അതിൽ നിസ്കാരം നിർബന്ധമാവാനുള്ള ഷർത്തുകൾ ഏതാണോ അത് മാത്രം എഴുതുക. അതിന് ശരിയെന്ന് എഴുതുക, അല്ലാത്തതിന് തെറ്റ് എന്ന് അടയാളപ്പെടുത്തുക. വുളു ചെയ്യൽ തെറ്റാണ്. വകതിരി ഉണ്ടാവുക തെറ്റാണ്. മുസ്ലിമാവുക ശരിയാണ്. ലഹരി ഉപയോഗിക്കുക തെറ്റാണ്. ബുദ്ധി ഉണ്ടാവുക ശരിയാണ്. ഇനി നമുക്ക് 2ാം പാഠം നോക്കാം. 4ാം ക്ലാസ്സിലെ ഫിഖ്ഹിൻ്റെ 2ാമത്തെ പാഠം അൽ മിയാഉ. മിയാ എന്ന് പറഞ്ഞാൽ വെള്ളം. ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് പാഠം നോക്കാം. ഈ 2 ചിത്രങ്ങളും നോക്കൂ, വ്യത്യാസം തിരിച്ചറിയൂ. ഒരു വെള്ളം വളരെ നല്ല വൃത്തിയുള്ള വെള്ളമാണ്. 2ാമത്തേതോ അത് നമുക്ക് അതിൽ ചായപ്പൊടി കലക്കിയ ചായയുടെ നിറം നമുക്ക് കാണാൻ കഴിയും. കട്ടൻ ചായയുടെ ഒരു നിറം നമുക്ക് കാണാൻ കഴിയും. ഈ 2 വെള്ളവും വ്യത്യസ്ത വെള്ളമാണ് എന്ന് നമ്മൾ മനസ്സിലായല്ലോ. നമുക്ക് മനസ്സിലായി രണ്ടും വ്യത്യസ്തമായ വെള്ളമാണ് എന്ന്. ഇനി നോക്കാം നമുക്ക്. 2 ചിത്രങ്ങളും തമ്മിൽ നല്ല വ്യത്യാസമില്ലേ? ഒന്ന് ശുദ്ധമായ വെള്ളമാണ്, മറ്റൊന്ന് ചായയാണ്. ഇങ്ങനെ പലതരം വെള്ളം നമുക്ക് ചുറ്റുമുണ്ട്. എല്ലാത്തരം വെള്ളവും നാം കുളിക്കാനും വൃത്തിയാക്കാനും ഉപയോഗിക്കാറില്ലല്ലോ. അതെ. ഇനി നമുക്ക് വെള്ളത്തിനെ കുറിച്ച് നോക്കാം. വെള്ളം 3 വിധമാണ്. വെള്ളം 3 വിധമാണ്. ഒന്ന് തഹൂർ, ശുദ്ധിയുള്ള വെള്ളം എന്ന് പറയും. തഹൂർ എന്ന് പറഞ്ഞാൽ ശുദ്ധിയുള്ളത്. എന്താണ് തഹൂറായ വെള്ളം എന്ന് പറഞ്ഞാൽ? സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ പറ്റുന്നതും. സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ പറ്റുന്നതുമാണ്. ഉദാഹരണം മഴവെള്ളം, പുഴവെള്ളം, കിണറ്റിലെ വെള്ളം, കടൽ വെള്ളം. ഇവകളൊക്കെ തഹൂറായ വെള്ളമാണ്. അഥവാ സ്വയം ശുദ്ധിയുണ്ട്, മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ പറ്റുന്നതുമാണ്. 2ാമത്തെ വെള്ളം നോക്കാം നമുക്ക്. ത്വാഹിറായ വെള്ളം. 2ാമത്തെ വെള്ളം ത്വാഹിറായ വെള്ളം. എന്താണ് ത്വാഹിറായ വെള്ളം എന്ന് പറഞ്ഞാൽ? സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ പറ്റാത്തതുമാണ്. സ്വയം ശുദ്ധിയുണ്ട്, പക്ഷേ മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ള വെള്ളത്തിനെയാണ് ത്വാഹിർ എന്ന് പറയുന്നത്. 3ാമത്തെ നോക്കാം നമുക്ക്. നജസ്. 3ാമത്തേത് നജസ്. എന്താണ് നജസ് എന്ന് പറഞ്ഞാൽ? സ്വയം ശുദ്ധിയില്ലാത്തതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ പറ്റാത്തതുമാണ്. സ്വയം ശുദ്ധിയില്ല, മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ പറ്റുന്നതുമല്ല. ഇതിനെയാണ് നജസിൻ്റെ വെള്ളം എന്ന് പറയുക, അഥവാ നജസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാം ഇതിൻ്റെ ഉദാഹരണം. താഹിറായ വെള്ളത്തിൻ്റെ ഉദാഹരണം തേങ്ങ വെള്ളം, കഞ്ഞിവെള്ളം, നാരങ്ങ വെള്ളം, ജ്യൂസ്. ഇവകളൊക്കെ താഹിറാണ്. ശുദ്ധിയുണ്ട്, പക്ഷെ മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ പറ്റൂല. നജസിൻ്റെ ഉദാഹരണം നമുക്ക് നോക്കാം. മൂത്രം,
ലഹരി ദ്രാവകം. മൂത്രം സ്വയം ശുദ്ധിയില്ല, മറ്റൊന്നിനെ ശുദ്ധിയാക്കാനും പറ്റൂല. ലഹരി ദ്രാവകങ്ങൾ സ്വയം ശുദ്ധിയില്ല, മറ്റൊന്നിനെ ശുദ്ധിയാക്കാനും പറ്റില്ല. ഫർളായ ശുദ്ധീകരണത്തിന് ഉപയോഗിക്കപ്പെട്ട വെള്ളത്തിന് മുസ്തഅമലി എന്ന് പറയും. ഫർളായ കാര്യങ്ങൾക്ക് അഥവാ വുളൂഇൽ മുഖം കഴുകാനോ കൈ കഴുകാനോ കാലുകൾ കഴുകാനോ തല തടവാനോ ഉപയോഗിച്ച വെള്ളത്തിന് മുസ്തഅമലായ വെള്ളം എന്ന് പറയുന്നു. ആ വെള്ളം ശുദ്ധീകരണത്തിന് പറ്റുകയില്ല. നമുക്ക് നോക്കാം. വെള്ളം നമുക്ക് ഓരോന്നും നമുക്ക് ഇവിടെ മനസ്സിലാക്കാം. തഹൂർ വുളൂ ചെയ്യുക, കുളിക്കുക, വൃത്തിയാക്കുക, കുടിക്കുക മുതലായവക്കൊക്കെ ഉപയോഗിക്കുന്നതാണ് തഹൂറായ വെള്ളം. താഹിറായ വെള്ളമോ കുടിക്കുക, ശുചീകരണം അല്ലാത്ത മറ്റു ആവശ്യങ്ങളും ഉപയോഗിക്കുക. കുടിക്കാൻ ഉപയോഗിക്കുക അഥവാ ജ്യൂസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന താഹിറായ വെള്ളമാണ്. മൂന്നാമത്തെ നജസ് ഉപയോഗിക്കാൻ പാടില്ലാത്തതാണ്. ഉപയോഗിക്കാൻ പാടില്ലാത്തതാണ് നജസ് എന്നത്. നമുക്ക് നോക്കാം ഇനി ഈ പാഠത്തിലുള്ള തദ്രീബാത്ത്. വേർതിരിച്ചെഴുതാം. തഹൂറ്, താഹിറ്, നജസ്. ഇവിടെയുള്ള വെള്ളങ്ങളെ നമുക്ക് ഏത് വെള്ളത്തിലാണ് ഉൾപ്പെടുത്താൻ പറ്റുന്നത് എന്ന് നോക്കാം. 1. കടൽ വെള്ളം തഹൂറാണ്. 2. ജ്യൂസ് താഹിറാണ്. 3. കള്ള് നജസാണ്. 4. നാരങ്ങ വെള്ളം താഹിറാണ്. 5. മൂത്രം നജസാണ്. കടൽ വെള്ളം തഹൂറ്, ജ്യൂസ് താഹിറ്, കള്ള് നജസ്, നാരങ്ങ വെള്ളം താഹിറ്, മൂത്രം നജസ്. നമുക്ക് നിർവചിക്കാം എന്നതാണ്. തഹൂർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞു, തഹൂർ എന്ന് പറഞ്ഞാൽ സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ പറ്റുന്നതുമാണ്. 2. താഹിർ എന്നാൽ എന്താണ്? സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ പറ്റാത്തതുമാണ്. 3. നജസ്. എന്താണ് നജസ് എന്ന് പറഞ്ഞാൽ? സ്വയം ശുദ്ധിയില്ല, മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ പറ്റാത്തതുമാണ്. നമുക്ക് യോജിച്ചവയോട് ചേർക്കാം എന്നുള്ളതാണ്. നമുക്ക് നോക്കാം. ഇവിടെ തഹൂർ അതിനോട് യോജിച്ചതാണ് മഴവെള്ളം. തഹൂർ മഴവെള്ളം. താഹിർ കഞ്ഞിവെള്ളം. താഹിർ കഞ്ഞിവെള്ളം. നജസ് ലഹരി ദ്രാവകം. മുസ്തഅമൽ ഫർളിൽ ഉപയോഗിക്കപ്പെട്ട വെള്ളം. നാലാം ക്ലാസ്സിൻ്റെ ഫിഖ്ഹിൻ്റെ 3-ാമത്തെ പാഠം അന്നജാസാത്തു തത്വഹീറുഹ. നജസുകളും അതിനെ ശുദ്ധിയാക്കുന്ന രൂപവും കൂടിയാണ് ഈ പാഠത്തിലൂടെ പഠിക്കാനുള്ളത്. നോക്കാം നമുക്ക് നജസുകൾ അതിനെ ശുദ്ധിയാക്കുന്ന രൂപം. നിസ്കാരം ശരിയാവണമെങ്കിൽ നജസുകളിൽ നിന്ന് ശുദ്ധിയാവേണ്ടതുണ്ട്. നജസുകൾ 3 വിധമാണ്. 1 മുഖഫഫ്, 2 മുതവസ്സിത്ത്, 3 മുഗല്ലൽ. നജസ് 3 വിധമാണ്. 1 മുഖഫഫ്, 2 മുതവസ്സിത്ത്, 3 മുഗല്ലൽ. ഓരോന്ന് നമുക്ക് വിശദീകരിച്ച് നോക്കാം. മുഖഫഫ് എന്നാൽ എന്താണ്? മുഖഫഫ് എന്നാൽ 2 വയസ്സ് തികയാത്ത, പാലല്ലാത്ത ഒന്നും കഴിക്കാത്ത ആൺകുട്ടിയുടെ മൂത്രമാണ് ലഘുവായ നജസ് അഥവാ മുഖഫഫ്. 2 വയസ്സ് തികഞ്ഞിട്ടില്ല, എന്നാലോ പാലല്ലാത്ത ഒന്നും ആ കുഞ്ഞ് കഴിക്കുന്നുമില്ല. ഇങ്ങനെയുള്ള ഒരു ആൺകുട്ടിയുടെ മൂത്രം അത് മുഖഫഫായ നജസാണ്. അതുകൊണ്ട് മലിനമായാൽ മൂത്രമായ സ്ഥലത്തെല്ലാം എത്തും വിധം മൂത്രത്തേക്കാൾ കൂടുതൽ വെള്ളം കുടഞ്ഞാൽ മതി. അങ്ങനെയുള്ള നജസായാൽ അവിടെ മൂത്രത്തേക്കാൾ കൂടുതലുള്ള വെള്ളം അവിടെ നമ്മൾ ചേർക്കുമ്പോൾ തന്നെ ആ ഭാഗം നജസിൽ നിന്ന് ശുദ്ധിയാകുന്നതാണ്. ഇതിനെയാണ് മുഖഫഫായ നജസ് എന്ന് പറയുന്നത്. കഴുകേണ്ടതില്ല. ഇങ്ങനെയുള്ള നജസായാൽ മറ്റുള്ള നജസാകുന്നത് പോലെ കഴുകേണ്ട ആവശ്യമില്ല. നിലത്ത് മൂത്രം പോലെയുള്ള നജസായാൽ അത് വറ്റിയിട്ടുണ്ടെങ്കിൽ ആ സ്ഥലം മൂടുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചാൽ മതി. ഇനി തറയിലോ മറ്റോ നമുക്ക് താഴെ ഭാഗത്ത് കാണാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു നജസായാൽ
അവിടെ കുറച്ച് വെള്ളം ഒഴിച്ചാൽ തന്നെ ആ നജസ് പോകുന്നതാണ്. ഇനി വറ്റിയിട്ടില്ലെങ്കിൽ അതിനെ നീക്കിയ ശേഷമാണ് വെള്ളം ഒഴിക്കേണ്ടത്. അവിടെ നജസായ ആ ഒരു മൂത്രം, ആ മൂത്രത്തെ നമ്മൾ എടുത്ത് അവിടെ വെള്ളം നമ്മൾ ഒഴിച്ചാൽ തന്നെ നമുക്ക് ആ നജസ് പോകുന്നതാണ്, അഥവാ കഴുകേണ്ട ആവശ്യമില്ല എന്നർത്ഥം. രണ്ടാമത്തെ നജസ് നമുക്ക് നോക്കാം, മുത്തവസ്സിത്ത്. രണ്ടാമത്തെ നജസ് മുത്തവസ്സിത്തായ നജസ്സാണ്. നോക്കാം മുത്തവസ്സിത്തായ നജസ് എങ്ങനെയാണ് ശുദ്ധിയാക്കേണ്ടത് എന്ന്. ഏതൊക്കെയാണ് മുത്തവസ്സിത്തായ നജസിൽ പെടുന്നത് എന്നും കൂടി നോക്കാം. മലം, മൂത്രം, ഛർദ്ദിച്ചത്, രക്തം, ചലം, മനുഷ്യൻ, മത്സ്യം, വെട്ടുകിളി എന്നിവയുടെ അല്ലാത്ത ശവം, മതി, വതി, ലഹരിദ്രാവകങ്ങൾ എന്നിവയെല്ലാം ഇടത്തരം നജസുകളാണ്, അഥവാ മുത്തവസ്സിത്തായ നജസുകളാണ്. മുത്തവസ്സിത്തായ നജസുകളെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞത്. മലം, മൂത്രം, ഛർദ്ദിച്ചത്, രക്തം, ചലം, മനുഷ്യൻ, മത്സ്യം, വെട്ടുകിളി എന്നിവയുടേതല്ലാത്ത ശവം, മതി, വതി, ലഹരിദ്രാവകങ്ങൾ എന്നിവയെല്ലാം ഇടത്തരം നജസുകളാണ്. ഇവ കൊണ്ട് നജസായവ ശുദ്ധിയാവണമെങ്കിൽ നജസിൻ്റെ നിറം, മണം, രുചി എന്നിവ നീങ്ങുന്നത് വരെ കഴുകണം. അപ്പോൾ ഇത്തരം രീതിയിലുള്ള നജസായാൽ നജസിൻ്റെ നിറം, മണം, രുചി എന്നിവ നീങ്ങുന്നത് വരെ കഴുകണം. പ്രയാസപ്പെട്ട് കഴുകിയിട്ടും നിറമോ മണമോ നീങ്ങുന്നില്ലെങ്കിൽ വിരോധമില്ല. വളരെ പ്രയാസപ്പെട്ട് കഴുകി പക്ഷെ നിറമോ മണമോ നീങ്ങുന്നില്ല എങ്കിൽ വിരോധമില്ല. നിറം, മണം എന്നിവ രണ്ടും കൂടിയോ രുചി മാത്രമോ നീങ്ങുന്നില്ലെങ്കിൽ ശുദ്ധിയാവുന്നതല്ല. നജസിൻ്റെ നിറവും മണവും രണ്ടും കൂടിയത് പോകാതിരിക്കുകയോ അല്ലെങ്കിൽ രുചി മാത്രമോ നീങ്ങുന്നില്ലെങ്കിൽ ശുദ്ധിയാകുന്നതല്ല. അതിനെ പോകുന്നത് വരെ ശുദ്ധിയാക്കണം. എന്നാൽ മുറിച്ചു കളഞ്ഞാൽ മാത്രമേ നീങ്ങൂ എന്ന അവസ്ഥയിൽ അത് പൊറുക്കപ്പെടുന്നതാണ്. ഒരു സ്ഥലത്ത് നിന്ന് മുറിച്ച് കളഞ്ഞാൽ മാത്രമേ അത് ആ നജസ് ശുദ്ധിയാവുകയുള്ളൂ എന്ന അവസ്ഥ വന്നാൽ അവിടെ എന്തെങ്കിലും ഒന്ന് ബാക്കിയായി, അഥവാ നിറമോ മണമോ അല്ലെങ്കിൽ പിന്നെ രുചിയോ മാത്രം ബാക്കിയായാൽ അവിടെ പൊറുക്കപ്പെടുന്നതാണ്. ഇനി മൂന്നാമത്തെ നജസ് നോക്കാം നമുക്ക്. മുഗല്ലദ് എന്ന് പറയുന്നു. ആ മൂന്നാമത്തെ നജസ് വളരെ കഠോരമായ നജസ്സാണ്. ആദ്യം പറഞ്ഞത് മുഖഫഫാണ്, ലഘുവായ നജസ്സാണ്. രണ്ടാമത് മുത്തവസ്സിത്തായ നജസ്സാണ് പറഞ്ഞത്, അഥവാ ഇടത്തരം നജസ്സുകൾ. മൂന്നാമത്തെ മുഗല്ലദ്, കഠോരമായ വളരെ ശക്തിയേറിയ നജസിനെയാണ് മുഗല്ലദ് എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം ഏതാണ് ഈ മുഗല്ലദായ നജസിൽ പെടുന്നത് എന്നും അതിനെ ശുദ്ധിയാക്കേണ്ട രൂപവും കൂടി നമുക്ക് നോക്കാം. നായ, പന്നി എന്നിവയും ഇവയിൽ നിന്ന് ജന്മം കൊണ്ടവയും ഗൗരവമായ നജസ്സുകളാണ്. നായ, പന്നി, അതേപോലെ നായ, പന്നിയിൽ നിന്ന് ജന്മം വന്ന ഏതെങ്കിലും ഒന്നാണെങ്കിൽ അതും എന്താണ്? മുഗല്ലദായ നജസാണ്. ഇവ കൊണ്ട് നജസായവ ശുദ്ധിയാവണമെങ്കിൽ 7 പ്രാവശ്യം കഴുകണം. ഇനി മുഗല്ലദായ നായ, പന്നി പോലെയുള്ളവ കൊണ്ട് നജസായാലോ അതിനെ ശുദ്ധിയാകണമെങ്കിൽ 7 പ്രാവശ്യം കഴുകണം. അതിലൊരു പ്രാവശ്യം ശുദ്ധമായ മണ്ണ് കലക്കിയ വെള്ളം കൊണ്ടായിരിക്കണം. 7 പ്രാവശ്യത്തിൽ 1 പ്രാവശ്യം മണ്ണ് കലക്കിയ വെള്ളം കൊണ്ട് ആയിരിക്കണം. നജസിൻ്റെ തടിയുണ്ടെങ്കിൽ അത് ആദ്യം നീക്കം ചെയ്യണം. ഈ നജസുകളുടെ തടി അവിടെയുണ്ടെങ്കിൽ ആദ്യം അതിനെ നീക്കം ചെയ്യണം. എന്നിട്ടായിരിക്കണം കഴുകി വൃത്തിയാക്കേണ്ടത്. അതിനായി എത്ര തവണ കഴുകിയാലും അത് ഒന്നായി മാത്രമേ പരിഗണിക്കുകയുള്ളൂ. ആ നജസുകളുടെ തടി പോകുന്നതുവരെ നമ്മൾ കഴുകിയാൽ അത് 1 തവണ കഴുകിയതായിട്ടാണ് പരിഗണിക്കുക. ബാക്കി തവണ കഴുകേണ്ടത് അതിന് ശേഷമാണ്.
അങ്ങനെ 7 പ്രാവശ്യം കഴുകണം. അതിൽ ഒരു തവണ മണ്ണ് കലക്കിയ വെള്ളം കൊണ്ട് ആയിരിക്കണം. ഇനി നമുക്ക് ചില ഭാഗങ്ങൾ നോക്കാം. 2 കുല്ലത്തിൽ അഥവാ ഏകദേശം 200 ലിറ്റർ കുറവുള്ള വെള്ളത്തിൽ നജസായ വസ്തു ഇട്ട് കഴുകരുത്. 200 ലിറ്ററിനേക്കാൾ താഴെയുള്ള വെള്ളത്തിൽ നജസിനെ ഇട്ട് കഴുകരുത്. വെള്ളം അതിന്മേൽ ഒഴിച്ചാണ് കഴുകേണ്ടത്. അഥവാ വസ്ത്രത്തിലോ എവിടെയെങ്കിലും നജസായാൽ ബക്കറ്റിൽ കൊണ്ടുപോയി ഇടരുത്. കാരണം ബക്കറ്റിൽ 200 ലിറ്റർ വെള്ളം പിടിക്കുകയില്ല. 200 ലിറ്ററിനേക്കാൾ താഴെയുള്ള വെള്ളത്തിൽ കൊണ്ടുപോയി നജസുള്ള വസ്ത്രത്തെ എങ്ങാനും ഇട്ടാൽ അതിലുള്ള എല്ലാ വെള്ളവും നജസായി മാറും. അതുകൊണ്ട് നമുക്ക് ആ വെള്ളം കൊണ്ട് ഒരു ഉപയോഗവുമില്ല എന്ന് മാത്രമല്ല, ആ വസ്ത്രത്തിൻ്റെ എല്ലാ ഭാഗവും നജസായി മാറുന്നതാണ്. ഇനി ലഹരി ദ്രാവകങ്ങൾ സ്വയം സുർക്കയാവൽ കൊണ്ടും നായ, പന്നി എന്നിവ അല്ലാത്ത ശവത്തിൻ്റെ തോല് ഊറക്കിടൽ കൊണ്ടും ശുദ്ധിയാകും. ലഹരി ദ്രാവകങ്ങൾ സ്വയം സുർക്കിയായി അത് ശുദ്ധിയുള്ളതായാൽ അത് നജസ് പോകുന്നതാണ്. അതേപോലെ തന്നെ നായ, പന്നി അല്ലാത്ത ഏതെങ്കിലും ഒരു ശവത്തിൻ്റെ തോല് ഊറക്കിട്ടത് കൊണ്ട് അത് ശുദ്ധിയായാൽ അതും ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അത് ശുദ്ധിയുള്ളതായിട്ട് മാറുന്നതാണ്. നമുക്ക് ഇതിൻ്റെ തദ്രീബാത്ത് നോക്കാം. ഈ പാഠത്തിൻ്റെ തദ്രീബാത്തിൻ്റെ ഒന്നാമത്തെ ഭാഗം തിരഞ്ഞെടുത്തെഴുതാം എന്നതാണ്. ഇവിടെ ചില ഭാഗങ്ങൾ നൽകിയിട്ടുണ്ട്. നായ, പന്നി, മലം, മൂത്രം, ഛർദ്ദിച്ചത്, രക്തം, ചലം, പന്നി, മതിയെ, 2 വയസ്സ് തികയാത്ത പാല് മാത്രം കുടിക്കുന്ന ആൺകുട്ടിയുടെ മൂത്രം, വതിയെ, ലഹരി ദ്രാവകങ്ങൾ. ഇവയിൽ താഴെ കൊടുത്ത നജസ്സുകൾ ഏതൊക്കെയാണ് എന്ന് രേഖപ്പെടുത്തുക. നമുക്ക് നോക്കാം. ഒന്നാമത്തേത് മുഖഫഫാണ്. മുഖഫഫിൽ ഏതൊക്കെ പെടും? മുഖഫഫിൽ പെടുന്നത് 2 വയസ്സ് തികയാത്ത പാല് മാത്രം കുടിക്കുന്ന ആൺകുട്ടിയുടെ മൂത്രം. അതാണ് മുഖഫഫിൽ പെടുക. രണ്ടാമത്തിൽ പെടുന്നത് ഏതൊക്കെ? മലം, മൂത്രം, ഛർദ്ദിച്ചത്, രക്തം, ചലം എന്നിവയെല്ലാം മുത്തവസ്സിത്തായ നജസിൽ പെടുന്നതാണ്. മൂന്നാമത്തതിൽ പെടുന്നത് നായ, പന്നി എന്നിവയാണ്. നമുക്ക് നോക്കാം. ശുദ്ധിയാക്കുന്ന രൂപം വിവരിക്കുക. 1. മുഗല്ലലായ ഒരു നജസിനെ ശുദ്ധിയാക്കുന്ന രൂപം എങ്ങനെയാണ്? അതിനെ ശുദ്ധിയാക്കുന്ന രൂപം നജസിൻ്റെ നിറം, മണം, രുചി എന്നിവ നീങ്ങുന്നത് വരെ കഴുകണം. രണ്ടാമത്തെ മുത്തവസ്സിത്ത. ഒന്നാമത്തെ മുഗല്ലലാണ്, നായ, പന്നിയുള്ളതാണ്. അതെ, ഒന്നാമത്തേത് മുഗല്ലലാണ്. മുഗല്ലലായ നജസിനെ എങ്ങനെയാണ് ശുദ്ധിയാക്കേണ്ടത്? 7 വട്ടം കഴുകണം. അതിൽ 1 വട്ടം ശുദ്ധിയുള്ള മണ്ണ് കൊണ്ടായിരിക്കണം. മുഗല്ലലായ നജസിനെ കഴുകേണ്ടത് 7 തവണ കഴുകണം. അതിൽ 1 തവണ എങ്ങനെയാണ്? ശുദ്ധിയുള്ള മണ്ണ് കലക്കിയ വെള്ളം കൊണ്ടായിരിക്കണം. രണ്ടാമത്തെ മുത്തവസ്സിത്താണ്. മുത്തവസ്സിത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇടത്തരം നജസാണ്. അതിനെങ്ങനെ ശുദ്ധിയാക്കണം? നിറം, മണം, രുചി എന്നിവ പോകുന്നത് വരെ കഴുകണം. അപ്പോഴാണ് മുത്തവസ്സിത്തായ നജസ് ശുദ്ധിയാകുന്നത്. മൂന്നാമത്തത് മുഖഫഫാണ്. മുഖഫഫ് എങ്ങനെയാണ് ശുദ്ധിയാകുന്നത്? മുഖഫഫിനെ ശുദ്ധിയാക്കുന്നത് 2 വയസ്സ് തികയാത്ത പാല് മാത്രം കുടിക്കുന്ന ആൺകുട്ടിയുടെ മൂത്രത്തിനെ ശുദ്ധിയാക്കുന്നതിനെയാണ് മുഖഫഫ്. ആ മൂത്രത്തിനെയാണ് മുഖഫഫ് എന്ന് പറയുന്നത്. അതിനെ ശുദ്ധിയാക്കേണ്ടത് ആ മൂത്രത്തിൻ്റെ ഭാഗം എടുത്ത് അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്താൽ തന്നെ നജസ് ശുദ്ധിയാകുന്നതാണ്. മൂന്നാമത്തെ ഭാഗം, തദ്രീബാത്തിൻ്റെ മൂന്നാമത്തെ ഭാഗം ഉത്തരം പറയാം എന്നതാണ്. 1. വീട്ടിനകത്ത് മൂത്രമായാൽ ശുദ്ധിയാക്കേണ്ടത് എങ്ങനെ? മൂത്രം ആദ്യം നമ്മൾ തുടച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ അവിടെ എന്ത് ചെയ്യുക? വൃത്തിയായി തുടക്കുക. നമുക്ക് മുറിച്ച് മാറ്റാൻ പറ്റാത്ത അവസ്ഥയാകുമ്പോൾ ആ രീതിയിൽ നമുക്ക് നജസിനെ എന്ത് ചെയ്യാം? ശുദ്ധിയാക്കാം. രണ്ടാമത്തത് പാലല്ലാത്ത ഒന്നും ഭക്ഷിക്കാത്ത 6 മാസം പ്രായമായ
ആൺകുട്ടി നിങ്ങളുടെ വസ്ത്രത്തിൽ മൂത്രമൊഴിച്ചാൽ എങ്ങനെ ശുദ്ധിയാക്കാം? അവിടെ വെള്ളം ഒഴിച്ചാൽ മാത്രം മതിയാകുന്നതാണ്, ശുദ്ധിയാകും. 3. പാമ്പിൻ്റെ തോല് എങ്ങനെ ശുദ്ധിയാക്കും? ഊറക്കിടൽ കൊണ്ട് അത് നജസ് പോയി ശുദ്ധിയാകുന്നതാണ്. ഇനി നമുക്ക് 4ാമത്തെ പാഠം നോക്കാം. 4ാം ക്ലാസ്സിലെ ഫിഖ്ഹിൻ്റെ 4ാമത്തെ പാഠം അൽ ഇസ്തിൻജാഉ, ശുചീകരണവുമായി ബന്ധപ്പെട്ടതാണ്. നമുക്ക് നോക്കാം. മലമൂത്ര ദ്വാരങ്ങളിൽ കൂടി വല്ലതും പുറത്തു വന്നാൽ ആ ഭാഗം ശുദ്ധിയാക്കുന്നതിന് ഇസ്തിൻജാ അഥവാ ശൗചം ചെയ്യൽ എന്ന് പറയുന്നു. മലമൂത്ര ദ്വാരങ്ങളിൽ കൂടി വല്ലതും പുറത്തു വന്നാൽ ആ ഭാഗം ശുദ്ധിയാക്കുന്നതിന് ഇസ്തിൻജാ അഥവാ ശൗചം ചെയ്യൽ എന്ന് പറയുന്നു. ശൗചം ചെയ്യുന്നതിൻ്റെ വിധി നോക്കാം നമുക്ക്. പുറപ്പെടുന്ന വസ്തു നനവുള്ളതാണെങ്കിൽ വാജിബാണ്, നനവില്ലെങ്കിൽ സുന്നത്താണ്, കാറ്റ് ആണെങ്കിൽ കറാഹത്താണ്. പുറപ്പെടുന്ന വസ്തു നനവുള്ളതാണെങ്കിൽ ശുദ്ധിയാക്കൽ നിർബന്ധമാണ്. ഇനി പുറപ്പെട്ടത് നനവില്ലെങ്കിലോ സുന്നത്താണ്. ഇനി കാറ്റാണെങ്കിലോ അതിനെ ശുദ്ധിയാക്കൽ കറാഹത്താണ്. ഇനി ശൗചം ചെയ്യേണ്ട വസ്തുക്കൾ 1. തഹൂറായ വെള്ളത്തിലായിരിക്കണം. 2. നജസിനെ വലിച്ചെടുക്കുന്ന ശുദ്ധിയുള്ള കല്ലായിരിക്കണം, അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പർ പോലെയുള്ളവയായിരിക്കണം. തഹൂറായ വെള്ളം കിട്ടുന്നുണ്ടെങ്കിൽ തഹൂറായ വെള്ളത്തിൽ തന്നെ ശുദ്ധിയാക്കുക. അതിന് കിട്ടിയില്ലെങ്കിൽ നജസിനെ വലിച്ചെടുക്കുന്ന ശുദ്ധിയുള്ള കല്ല് കൊണ്ടായിരിക്കുക. അതും കിട്ടിയില്ലെങ്കിൽ ടിഷ്യൂ പേപ്പർ പോലെയുള്ളവ കൊണ്ട് ശുദ്ധിയാക്കുക. ഇനി ശൗചം ചെയ്യൽ ഹറാമായ വസ്തുക്കൾ. എന്തൊക്കെ വസ്തു കൊണ്ട് മനോഹരം ചെയ്യൽ പാടില്ല നോക്കാം. 1. ബഹുമാനിക്കപ്പെടുന്ന ഏതെങ്കിലും വസ്തുക്കൾ കൊണ്ടാണ് ശുദ്ധിയാക്കുന്നതെങ്കിൽ അത് പാടില്ലാത്തതാണ്. 2. ഭക്ഷ്യവസ്തു, ഭക്ഷണം പോലെയുള്ള തിന്നുന്ന പോലെയുള്ള ഏതെങ്കിലും കൊണ്ടാണെങ്കിൽ അതിൽ ശൗചം ചെയ്യൽ ഹറാമാണ്. 3. എല്ല് കൊണ്ടും ശൗചം ചെയ്യൽ, മനോഹരം ചെയ്യൽ ഹറാമാണ്. നമുക്ക് നോക്കാം. വെള്ളം കൊണ്ട് ശൗചം ചെയ്യുമ്പോൾ നജസ് പോയിട്ടുണ്ടെന്ന് മികച്ച ധാരണ ഉണ്ടാവണം. വെള്ളം കൊണ്ടാണ് നമ്മൾ ശുദ്ധിയാക്കുന്നതെങ്കിൽ നജസ് പോയി എന്നുള്ള മികച്ച ധാരണ അഥവാ കൂടുതൽ നമുക്ക് അറിഞ്ഞിരിക്കണം പോയി എന്നുള്ളത്. ടിഷ്യൂ പേപ്പർ, കല്ല് പോലെയുള്ളവ കൊണ്ട് മുഴുവൻ സ്ഥലവും 3 പ്രാവശ്യം തടവണം. എന്നിട്ടും ശുദ്ധിയായിട്ടില്ലെങ്കിൽ ശുദ്ധിയാകുന്നത് വരെ തടവേണ്ടതാണ്. 3 പ്രാവശ്യം തടവിയിട്ടും പൂർണ്ണമായും പോയില്ല എങ്കിൽ അതിനേക്കാൾ കൂടുതൽ തവണ തടവി അതിനെ ശുദ്ധിയാക്കേണ്ടതാണ്. തടവുന്നത് ഒറ്റയാക്കൽ സുന്നത്താണ്. 3 പ്രാവശ്യത്തിൽ പോയില്ല എങ്കിൽ 5 പ്രാവശ്യം തടവുക. 5 പ്രാവശ്യത്തിൽ പോയില്ലെങ്കിൽ 7 പ്രാവശ്യം തടവുക. അങ്ങനെ ഒറ്റയാക്കൽ സുന്നത്ത് കൂടിയാണ്. ഇനി നജസ് ഉണങ്ങിയിട്ടുണ്ടെങ്കിൽ വെള്ളം കൊണ്ട് മാത്രമേ ഇസ്തിൻജാവ് പറ്റുകയുള്ളൂ. ഒരു നജസ് ഇനി ഉണങ്ങിയിട്ടുണ്ടെങ്കിൽ ആ ഉണങ്ങിയതിനെ നമ്മൾ ശുദ്ധിയാക്കേണ്ടത് വെള്ളം കൊണ്ട് മാത്രമാണ്. കാരണമില്ലാതെ വലത് കൈകൊണ്ട് ശൗചം ചെയ്യൽ കറാഹത്താകുന്നു. അപ്പോൾ ശൗചം ചെയ്യൽ ഇടത്ത് കൈ കൊണ്ട് ഉപയോഗിച്ചായിരിക്കണം. വലത് കൈ ഉപയോഗിക്കൽ അത് നല്ലതല്ല. അത് കാരണമില്ലാതെയാണെങ്കിൽ അത് കറാഹത്തും കൂടിയാണ്. ഇനി ഇസ്തിൻജായിൻ്റെ ശേഷം ചെല്ലൽ സുന്നത്തുള്ളത് അഥവാ വൃത്തിയാക്കിയതിൻ്റെ ശേഷം ശുചീകരണം നടത്തിയതിന് ശേഷം പറയൽ സുന്നത്തായ ഒരു പ്രാർത്ഥനയുണ്ട്. അതിങ്ങനെയാണ്: അല്ലാഹുമ്മ തഹിർ ഖൽബി മിനൻ നിഫാഖ് വഹസ്സിൻ ഫർജി മിനൽ ഫവാഹിഷ്. അല്ലാഹുമ്മ തഹിർ ഖൽബി മിനൻ നിഫാഖ് വഹസ്സിൻ ഫർജി മിനൽ ഫവാഹിഷ്. അല്ലാഹുവേ, എൻ്റെ ഹൃദയം കാപട്യത്തിൽ നിന്ന് നീ ശുദ്ധിയാക്കുകയും ഗുഹ്യസ്ഥാനം നീച പ്രവർത്തികളിൽ നിന്ന്
സംരക്ഷിക്കുകയും ചെയ്യണമേ. അതാണ് അതിൻ്റെ അർത്ഥം. അല്ലാഹുമ്മ തഹിർ ഖൽബി മിനൻ നിഫാഖ് വഹസ്സിൻ ഫർജി മിനൽ ഫവാഹിഷ്. അല്ലാഹുവേ, എൻ്റെ ഹൃദയം കാപഢ്യത്തിൽ നിന്ന് ശുദ്ധിയാക്കുകയും ഗുഹ്യസ്ഥാനം നീച പ്രവൃത്തികളിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്യണമേ. നമുക്കിതിൻ്റെ തദ്രീബാത്ത് നോക്കാം. തദ്രീബാത്തിൻ്റെ ഒന്നാമത്തെ ഭാഗം ഉത്തരം എഴുതാം എന്നതാണ്. ചോദ്യം 1. ഇസ്തിൻജാ എന്നാൽ എന്താണ്? എന്താണ് ഇസ്തിൻജാ എന്നാൽ? മലമൂത്രദ്വാരങ്ങളിൽ കൂടി വല്ലതും പുറത്തു വന്നാൽ ആ ഭാഗം ശുദ്ധിയാക്കുന്നതിന് ഇസ്തിൻജാ എന്ന് പറയുന്നു. ചോദ്യം 2. ഏതുകൊണ്ടെല്ലാം ശൗചം ചെയ്യാം? ഏതുകൊണ്ടെല്ലാം ശൗചം ചെയ്യാം? ഉത്തരം തഹൂറായ വെള്ളം കൊണ്ട്. തഹൂറായ വെള്ളം കൊണ്ട്. അത് ലഭിച്ചില്ല എങ്കിൽ നജസിനെ വലിച്ചെടുക്കുന്ന ശുദ്ധിയുള്ള കല്ലുകൊണ്ട്. അത് ലഭിച്ചില്ല എങ്കിൽ ടിഷ്യൂ പേപ്പർ പോലെയുള്ളവ കൊണ്ട്. ചോദ്യം 3. ഇസ്തിൻജാ ഹറാമായ വസ്തുക്കൾ ഏതെല്ലാം? ശൗചം ചെയ്യൽ ഹറാമായ വസ്തുക്കൾ. ഉത്തരം ബഹുമാനിക്കപ്പെടുന്ന വസ്തുക്കൾ കൊണ്ട്. 2 ഭക്ഷ്യവസ്തുക്കൾ കൊണ്ട്. 3 എല്ലുകൾ കൊണ്ട്. ഇവയെല്ലാം ശൗചം ചെയ്യൽ ഹറാമാണ്. തദ്രീബാത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം ശൗചം ചെയ്യുന്നതിൻ്റെ വിധി പറയാം. 1. പുറപ്പെടുന്ന വസ്തു കാറ്റാണെങ്കിൽ കറാഹത്താണ്. നനവുള്ള നജസാണെങ്കിൽ വാജിബാണ്. നനവില്ലെങ്കിൽ സുന്നത്താണ്. ഭക്ഷ്യവസ്തു കൊണ്ട് ശൗചം ചെയ്യൽ ഹറാമാണ്. വലത് കൈകൊണ്ട് ശൗചം ചെയ്യൽ കറാഹത്താണ്. ഇതാണ് വിധി എഴുതേണ്ടത്. പുറപ്പെടുന്ന വസ്തു കാറ്റാണെങ്കിൽ കറാഹത്ത്, നനവുള്ള നജസാണെങ്കിൽ വാജിബ്, നനവില്ലെങ്കിൽ സുന്നത്ത്, ഭക്ഷ്യവസ്തു കൊണ്ടാണെങ്കിൽ ഹറാമ്, വലത് കൈ കൊണ്ടാണെങ്കിൽ കറാഹത്ത്. നമുക്ക് മൂന്നാമത്തെ ഭാഗം നോക്കാം. വ്യക്തമാക്കാം എന്നതാണ്. ചോദ്യം 1. വെള്ളം എങ്ങനെയുള്ളതായിരിക്കണം? വെള്ളം എങ്ങനെയുള്ളതായിരിക്കണം? ഉത്തരം വെള്ളം കൊണ്ട് ശൗചം ചെയ്യുമ്പോൾ നജസ് പോയിട്ടുണ്ടെന്ന് മികച്ച ധാരണ ഉണ്ടാവണം. മികച്ച ധാരണ ഉണ്ടാകണം. വെള്ളം കൊണ്ട് ശൗചം ചെയ്യുമ്പോൾ നജസ് പോയിട്ടുണ്ടെന്ന് മികച്ച ധാരണ ഉണ്ടാകണം. ചോദ്യം 2. കല്ല്, ടിഷ്യൂ പേപ്പർ എങ്ങനെയുള്ളവ ആയിരിക്കണം? ഉത്തരം ടിഷ്യൂ പേപ്പർ കല്ല് പോലെയുള്ളവ കൊണ്ട് മുഴുവൻ സ്ഥലവും 3 പ്രാവശ്യം തടവണം. എന്നിട്ടും ശുദ്ധിയായിട്ടില്ലെങ്കിൽ ശുദ്ധിയാകുന്നത് വരെ തടവേണ്ടതാണ്. ചോദ്യം 3. വെള്ളം കൊണ്ട് മാത്രമേ ഇസ്തിൻജാ പറ്റുകയുള്ളൂ. എപ്പോൾ? ഉത്തരം നജസ് ഉണങ്ങിയിട്ടുണ്ടെങ്കിൽ വെള്ളം കൊണ്ട് മാത്രമേ ഇസ്തിൻജാ പറ്റുകയുള്ളൂ. നജസ് ഉണങ്ങിയിട്ടുണ്ടെങ്കിൽ വെള്ളം കൊണ്ട് മാത്രമേ ഇസ്തിൻജാ പറ്റുകയുള്ളൂ. ചോദ്യം 4. ശുദ്ധിയാകുന്നത് വരെ തടവണം. എപ്പോൾ? ശുദ്ധിയാവുന്നത് വരെ തടവണം. എപ്പോൾ? ഉത്തരം ശുദ്ധിയായിട്ടില്ലെങ്കിൽ ശുദ്ധിയാകുന്നത് വരെ തടവേണ്ടതാണ്. ശുദ്ധിയായിട്ടില്ലെങ്കിൽ ശുദ്ധിയാകുന്നത് വരെ തടവേണ്ടതാണ്. ചോദ്യത്തിൻ്റെ 4ാമത്തെ ഭാഗം അർത്ഥസഹിതം പൂർത്തിയാക്കാം എന്നതാണ്. അല്ലാഹുമ്മ തഹിർ ഖൽബി. അതിൻ്റെ ഭാഗം പൂരിപ്പിച്ച് അർത്ഥം എഴുതണം. അല്ലാഹുമ്മ തഹിർ ഖൽബി മിനൻ നിഫാഖ് വഹസ്വിൻ ഫർജി മിനൽ ഫവാഹിഷ്. അതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ്. അല്ലാഹുവേ, എൻ്റെ ഹൃദയം കാപട്യത്തിൽ നിന്ന് നീ ശുദ്ധിയാക്കുകയും ഗുഹ്യസ്ഥാനം നീച പ്രവൃത്തികളിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്യണമേ. ഇനി നമുക്ക് 5ാമത്തെ പാഠം നോക്കാം. 4ാം ക്ലാസ്സിലെ ഫിഖ്ഹിൻ്റെ 5ാമത്തെ പാഠം ഫുറൂലുൽ വുളൂഇ. വുളൂഇൻ്റെ ഫർളുകൾ. വുളൂഇൻ്റെ ഫർളുകൾ ഏതൊക്കെ എന്നുള്ളതാണ് നമ്മൾ ഇതിലൂടെ പഠിക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം.
വുളൂഇൽ നിർബന്ധമായും ചെയ്തിരിക്കേണ്ട കാര്യങ്ങളാണ് വുളൂഇൻ്റെ ഫർളുകൾ. വുളൂഇൽ നിർബന്ധമായും നാം ചെയ്തിരിക്കേണ്ട കാര്യങ്ങളെയാണ് വുളൂഇൻ്റെ ഫർളുകൾ എന്ന് പറയുന്നത്. ഏതെങ്കിലും ഫർളിനെ ഒഴിവാക്കിയാൽ വുളൂഇ ശരിയാവുകയില്ല. വുളൂഇൻ്റെ ഫർളുകളിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് ഒഴിവായാൽ ആ വുളൂഇ ശരിയാവുകയില്ല. വുളൂഇന് 6 ഫർളുകളുണ്ട്. വുളൂഇന് 6 ഫർളുകളുണ്ട്. 1 നിയ്യത്ത്. വുളൂഇൻ്റെ 6 ഫർളുകളിൽ 1 നിയ്യത്ത്. നിയ്യത്തിനെ കുറിച്ച് നമുക്ക് നോക്കാം. നിയ്യത്തിൻ്റെ രൂപം: വുളൂഇ എന്ന ഫർളിനെ ഞാൻ വീട്ടുന്നു എന്നോ ചെറിയ അശുദ്ധിയെ ഞാൻ ഉയർത്തുന്നു എന്നോ മറ്റോ കരുതൽ. വുളൂഇ എന്ന ഫർളിനെ ഞാൻ വീട്ടുന്നു എന്നോ ചെറിയ അശുദ്ധിയെ ഞാൻ ഉയർത്തുന്നു എന്നോ മറ്റോ കരുതൽ. 2 മുഖം കഴുകുന്നതിൻ്റെ തുടക്കത്തിലാണ് നിയ്യത്ത് ചെയ്യേണ്ടത്. നമ്മൾ മുഖം കഴുകുന്നതിൻ്റെ തുടക്കത്തിലായിരിക്കണം നിയ്യത്ത് ചെയ്യേണ്ടത്. അഥവാ വുളൂഇ എന്ന ഫർളിനെ ഞാൻ വീട്ടുന്നു എന്നോ ചെറിയ അശുദ്ധിയെ ഞാൻ ഉയർത്തുന്നു എന്നോ കരുതേണ്ടത് മുഖം കഴുകുന്നതിൻ്റെ തുടക്കത്തിലാണ്. അടുത്തത് നിയ്യത്ത് പറയൽ സുന്നത്താണ്. നിയ്യത്ത് നാവിലൂടെ പറയൽ സുന്നത്താണ്, എന്നാൽ കരുതലാണ് നിർബന്ധമുള്ളത്. വുളൂഇൻ്റെ ഫർളിൽ 2ാമത്തേത് മുഖം കഴുകൽ. മുഖത്തിൻ്റെ മുഴുവൻ ഭാഗങ്ങളും കഴുകണം. മുഖത്തിൻ്റെ ചുറ്റുഭാഗവും കഴുകണം. തിങ്ങിയ താടിയുടെ ഉള്ള് ഒഴികെയുള്ള മുഴുവൻ രോമങ്ങളുടെയും ഉള്ളും പുറവും കഴുകണം. തിങ്ങിയ താടിയാണെങ്കിൽ ഉള്ള് ഒഴികെയുള്ള മുഴുവൻ ഭാഗങ്ങളും രോമങ്ങളും ഉള്ളും പുറവുമായിട്ട് കഴുകണം. പിന്നെ മുഖത്തിൻ്റെ അതിർത്തിക്ക് അപ്പുറത്തുള്ള അല്പം ഭാഗം കൂടി കഴുകൽ വാജിബാണ്. മുഖത്തിൻ്റെ അതിർത്തിക്ക് അപ്പുറത്തുള്ള അല്പം ഭാഗം കൂടി കഴുകൽ വാജിബാണ്. അതും കൂടി ശ്രദ്ധിക്കണം. അഥവാ മുഖത്തിൻ്റെ ഭാഗത്തിനേക്കാൾ കൂടുതലായിട്ട് കഴുകൽ തന്നെ നിർബന്ധമാണ്. അടുത്ത കൈകാലുകളിലും അപ്രകാരം അല്പം കയറ്റി കഴുകണം. 2 കൈ കഴുകുമ്പോഴും 2 കാലുകൾ കഴുകുമ്പോഴും അതിൻ്റെ അതിർത്തി കഴിഞ്ഞ് കുറച്ച് അല്പം കൂടി കൂടുതലാക്കി കഴുകുക. അതും കൂടി നിർബന്ധമുള്ള കാര്യമാണ്. സാധാരണ തലമുടി മുളക്കുന്ന സ്ഥലം മുതൽ താടിയെല്ലിൻ്റെ അറ്റം വരെയും ഒരു ചെവിക്കുറ്റി മുതൽ മറ്റേ ചെവിക്കുറ്റി വരെയുമാണ് മുഖം. അഥവാ നെറ്റിയുടെ തുടക്കം മുതൽ താടിയുടെ താഴ്ഭാഗവും അതേപോലെ ഒരു ചെവിയുടെ കുറ്റി മുതൽ മറ്റേ ഒരു ചെവിയുടെ കുറ്റി വരെയുള്ള ഭാഗം, ഈ ചുറ്റുഭാഗത്തെയാണ് മുഖത്തിൻ്റെ അതിർത്തിയായി പരിഗണിക്കുന്നത്. വുളൂഇൻ്റെ 3ാമത്തെ ഫർള് 2 കൈയും മുട്ട് ഉൾപ്പെടെ കഴുകുക. 2 കൈയും മുട്ട് ഉൾപ്പെടെ കഴുകണം. അത് നോക്കാം. വിരലുകളുടെ തല മുതൽ കഴുകണം. വിരലുകളുടെ തല മുതൽ മുട്ട് വരെയുള്ള ഭാഗങ്ങളാണ് കൈ കഴുകുന്നതിൻ്റെ രൂപം. 4ാമത്തെ ഫർള് തല അല്പം തടവുക. തലയിൽ നിന്ന് അല്പം തടവൽ ഫർളാണ്. തലയുടെ അതിർത്തിക്കുള്ളിൽ ഉള്ള മുടിയോ തൊലിയോ തടവണം. അഥവാ തലയുടെ അതിർത്തിക്കുള്ളിൽ തന്നെയായിരിക്കണം. ഒരാളുടെ മുടി അതിർത്തിക്ക് പുറത്തേക്ക് നീണ്ടു കിടക്കുന്ന മുടിയോ തൊലിയോ തടവിയാൽ മതിയാവുകയില്ല. അഥവാ തലയുടെ അതിർത്തിയിൽ നിന്ന് അപ്പുറത്തേക്ക് നീണ്ട മുടിയാണെങ്കിൽ ആ ഭാഗം തടവിയാൽ മതിയാകുന്നതല്ല. നമ്മുടെ തലയുടെ അതിർത്തിക്കുള്ളിലുള്ള മുടി തടവിയാൽ മാത്രമേ ഫർള് അവിടെ വീടപ്പെടുകയുള്ളൂ. 5ാമത്തേത് 2 കാലും ഞെരിയാണി ഉൾപ്പെടെ കഴുകുക. 2 കാലും ഞെരിയാണി ഉൾപ്പെടെ കഴുകണം. കാലിലെ വിള്ളൽ, മടമ്പ് മുതലായവ സൂക്ഷിച്ച് കഴുകണം. അഥവാ വിരലുകളുടെ ഉൾഭാഗം, അതേപോലെ തന്നെ മടമ്പ് എന്നിവയൊക്കെ ചിലപ്പോൾ കഴുകുമ്പോൾ വെള്ളം എത്താത്ത അവസ്ഥ ഉണ്ടാകാറുണ്ട്. അതൊക്കെ വെള്ളം എത്തിയെന്ന് ഉറപ്പ് വരുത്തി കഴുകണം. എന്നാലേ നമുക്ക് വുളൂ ലഭിക്കുകയുള്ളൂ. 2 കാലും ഞെരിയാണി ഉൾപ്പെടെ കഴുകിയതായിട്ട് പരിഗണിക്കുകയുള്ളൂ. 6ാമത്തേത് തർത്തീബ്. 6ാമത്തേത് തർത്തീബ്, അത് വഴിക്ക് വഴിയായി ചെയ്യണം. വഴിക്ക് വഴിയായി ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം നമുക്ക്. മുകളിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം വഴിക്ക് വഴിയായി ചെയ്യുക.
വുളുവിൻ്റെ നിയ്യത്തോടുകൂടി വെള്ളത്തിൽ മുങ്ങിയാൽ വുളു ലഭിക്കുന്നതാണ്. ഒരാൾ വുളുവിൻ്റെ നിയ്യത്തോടുകൂടി വെള്ളത്തിൽ മുങ്ങിയാൽ വുളു അവന് ലഭിക്കുന്നതാണ്. ഇനി വുളുവിൻ്റെ സുന്നത്തുള്ള ചില കാര്യം, വുളു സുന്നത്തുള്ള ചില കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഏതൊക്കെ കാര്യങ്ങൾക്ക് വുളു സുന്നത്തുണ്ട്? ഒന്ന്, ഖുർആൻ ഓതുക. ഖുർആൻ ഓതാൻ വുളു സുന്നത്താണ്. വുളു സുന്നത്തായ ഒന്നാമത്തെ ഭാഗമാണ് ഖുർആൻ ഓതുക. രണ്ടാമത്തേത് ബാങ്ക് വിളിക്കുക. ബാങ്ക് വിളിക്കാൻ വേണ്ടിയും വുളു സുന്നത്താണ്. മൂന്നാമത്തേത് ഖബർ സിയാറത്ത് ചെയ്യുക. ഒരാൾ ഖബർ സിയാറത്ത് ചെയ്യാൻ വേണ്ടിയാണെങ്കിലും അവിടെ വുളു ചെയ്യൽ സുന്നത്താണ്. നാലാമത്തേത് പള്ളിയിൽ പ്രവേശിക്കുക. ഒരാൾ പള്ളിയിൽ പ്രവേശിക്കാനും വുളു ചെയ്യൽ സുന്നത്താണ്. ഇനി ഉറങ്ങാൻ ഉദ്ദേശിക്കുമ്പോഴും വുളു ചെയ്യൽ സുന്നത്താണ്. ഒന്നുകൂടി നമുക്ക് നോക്കാം. വുളു സുന്നത്തുള്ള സമയങ്ങൾ ഏതെല്ലാം? ഖുർആൻ ഓതുക, ബാങ്ക് വിളിക്കുക, ഖബർ സിയാറത്ത് ചെയ്യുക, പള്ളിയിൽ പ്രവേശിക്കുക, ഉറങ്ങാൻ ഉദ്ദേശിക്കുക. ഈ കാര്യങ്ങൾക്കെല്ലാം വുളു സുന്നത്താണ്. നമുക്ക് ഈ പാഠത്തിൻ്റെ തദ്രീബാത്ത് നോക്കാം. ശരി തെറ്റ് അടയാളപ്പെടുത്തുക. ശരി എന്നതിന് ശരി എന്നും തെറ്റിന് തെറ്റ് എന്നും നമുക്ക് അടയാളപ്പെടുത്തണം. ഒന്ന്, കഴുകിയതിന് ശേഷം കാല് കഴുകിയതിന് ശേഷം കൈ കഴുകുന്നു. കാല് കഴുകിയതിന് ശേഷം കൈ കഴുകുന്നു. ഇത് തെറ്റാണ്. രണ്ട്, ചെവി തടവിയതിന് ശേഷം കാല് കഴുകുന്നു. ശരിയാണ്. മൂന്ന്, മുഖം അല്പം കയറ്റി കഴുകുന്നു. ശരിയാണ്. നാല്, ഇടത് കൈ ആദ്യം കഴുകുന്നു. തെറ്റാണ്. വലത് കൈയാണ് കഴുകേണ്ടത്. അഞ്ച്, മുഖം കഴുകാൻ തുടങ്ങിയതിന് ശേഷം നിയ്യത്ത് വെക്കുന്നു. മുഖം കഴുകാൻ തുടങ്ങിയതിന് ശേഷം, അഥവാ തുടക്കത്തിൽ തന്നെയാണ് ചെയ്യേണ്ടത്, തുടങ്ങിയതിന് ശേഷമല്ല. മുഖം കഴുകുമ്പോൾ തന്നെയാണ് നിയ്യത്ത് വെക്കേണ്ടത്. 6, അതിർത്തിയുടെ പുറത്തേക്ക് തൂങ്ങി നിൽക്കുന്ന മുടികളിൽ മാത്രം തടവുന്നു. തെറ്റാണ്. 7, നിയ്യത്ത് പറയുക മാത്രം ചെയ്യുന്നു. തെറ്റാണ്. അപ്പോൾ നമുക്ക് വുളുവിൻ്റെ ഫർളുകൾക്ക് കോട്ടം വരുന്ന രൂപത്തിൽ ഒന്നും ഉണ്ടാകാൻ പാടില്ല. അങ്ങനെയുണ്ടെങ്കിൽ അത് തെറ്റാണ്. നമുക്ക് ശരിയായ രൂപം മാത്രം നമ്മൾ ഉപയോഗിക്കുക. രണ്ടാമത്തെ ഭാഗം തെറ്റുകൾ ശരിയാക്കി എഴുതുക എന്നതാണ്. ചോദ്യം 1, ഖുർആൻ ഓതാൻ വുളു നിർബന്ധമാണ്. ഇനി നമുക്ക് ശരിയാക്കൽ എങ്ങനെയാണ്? ഖുർആൻ തൊടാൻ വുളു നിർബന്ധമാണ്. ഖുർആൻ തൊടാൻ വുളു നിർബന്ധമാണ്. 2, നിയ്യത്ത് ഇല്ലാതെ വെള്ളത്തിൽ മുങ്ങിയാൽ വുളു ലഭിക്കുന്നതാണ്. നിയ്യത്ത് ഇല്ലാതെ വെള്ളത്തിൽ മുങ്ങിയാൽ വുളു ലഭിക്കുന്നതാണ്. നിയ്യത്തോടെ വെള്ളത്തിൽ മുങ്ങിയാൽ വുളു ലഭിക്കുന്നതാണ്. അതിനെയാണ് നമ്മൾ ശരിയാക്കി എഴുതേണ്ടത്. നിയ്യത്തോടെ വെള്ളത്തിൽ മുങ്ങിയാൽ വുളു ലഭിക്കുന്നതാണ്. മൂന്നാമത്തേത്, മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റൽ വുളുവിൻ്റെ ഫർളിൽ പെട്ടതാണ്. അതിന് ശരിയാക്കേണ്ടത് മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റൽ വുളുവിൻ്റെ സുന്നത്തിൽ പെട്ടതാണ്. നമുക്ക് മൂന്നാമത്തെ ഭാഗം വേർതിരിച്ചെഴുതാം എന്നതാണ്. 1, കഴുകൽ നിർബന്ധമായ അവയവങ്ങൾ ഏതെല്ലാം? മുഖം, കൈ, കാൽ. രണ്ടാമത്തേത്, തടവേണ്ടുന്ന അവയവങ്ങൾ തല, ചെവി. തടവേണ്ടുന്ന അവയവങ്ങൾ തല, ചെവി. നാലാമത്തെ ഭാഗം വുളു സ്വയം ചെയ്ത് ശീലിക്കാം. നമ്മൾ വുളു സ്വയം ചെയ്ത് ശീലിക്കണം. മറ്റുള്ളവർക്ക് കാണിച്ചുകൊണ്ട് തെറ്റുകൾ തിരുത്തി നമ്മുടെ വുളു ശരിയാക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. ഇനി നമുക്ക് 6ാമത്തെ പാഠം നോക്കാം. 4ാം ക്ലാസ്സിലെ ഫിഖ്ഹിൻ്റെ
ആറാമത്തെ പാഠം അൽ-ഗുസ്ലു, കുളിയുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഈ പാഠത്തിലൂടെ പ്രതിപാദിക്കുന്നത്. നമുക്ക് നോക്കാം. വലിയ അശുദ്ധിയുണ്ടായാൽ കുളിക്കണം. നിയത്തോടുകൂടി ശരീരം മുഴുവനും വെള്ളം ഒലിപ്പിക്കലാണ് കുളി. ശരീരം മുഴുവനും വെള്ളം ഒലിപ്പിക്കലാണ് കുളി. നിയത്തോടുകൂടി ശരീരം മുഴുവനും വെള്ളം ഒലിപ്പിക്കുന്നതിനെയാണ് കുളി എന്ന് പറയുന്നത്. ഇനി വലിയ അശുദ്ധിയുടെ കാരണങ്ങൾ. വലിയ അശുദ്ധിയാകുന്നതിനുള്ള കാരണങ്ങൾ ഏതെല്ലാം നോക്കാം. 1. മനിയ് പുറപ്പെടുക. 2. ലിംഗത്തിൻ്റെ അഗ്രഭാഗം ഫർജിൽ കടക്കുക. 3. ഹൈല് രക്തം മുറിയുക. 4. നിസ്ഫാസ് അഥവാ പ്രസവ രക്തം മുറിയുക. നിഫാസ് രക്തം മുറിയുക. 5. പ്രസവിക്കുക. ഇത്രയും കാര്യങ്ങൾക്ക് വലിയ അശുദ്ധിയുടെ കാരണങ്ങളാണ്. അഥവാ ഇത്രയും കാര്യങ്ങളായാൽ കുളിക്കൽ നിർബന്ധമാണ്. അതിന് ഹൈലിൻ്റെ വിഷയങ്ങൾ പറയാം. ഹൈല് എന്ന് പറഞ്ഞാൽ സ്ത്രീകളുടെ ഗർഭാശയത്തിൻ്റെ അങ്ങേ അറ്റത്ത് നിന്ന് ചില പ്രത്യേക സമയങ്ങളിൽ പുറപ്പെടുന്ന രക്തം. ഇതിനെയാണ് ഹൈല് എന്ന് പറയുന്നത്. ഏകദേശം 9 വയസ്സ് മുതൽ ഹൈല് ഉണ്ടാകാവുന്നതാണ്. ഏകദേശം 9 വയസ്സ് മുതൽ ഹൈല് ഉണ്ടാകാവുന്നതാണ്. ചുരുങ്ങിയത് 1 ദിവസവും സാധാരണ 6-7 ദിവസവും കൂടിയാൽ 15 ദിവസവുമാണ് ഇതിൻ്റെ കാലയളവ്. ചുരുങ്ങിയത് 1 ദിവസം, സാധാരണ 6-7 ദിവസം, കൂടിയാൽ 15 ദിവസം. ഇതാണ് ഇതിൻ്റെ കാലയളവ്. ഇനി നിഫാസിനെ കുറിച്ച് നമുക്ക് നോക്കാം. പ്രസവത്തിന് ശേഷം 15 ദിവസം കഴിയും മുമ്പ് ഗർഭപാത്രത്തിൽ നിന്ന് പുറപ്പെടുന്ന രക്തമാണിത്. പ്രസവത്തിന് ശേഷം 15 ദിവസം കഴിയും മുമ്പ് ഗർഭപാത്രത്തിൽ നിന്ന് പുറപ്പെടുന്ന രക്തമാണ് നിഫാസ്. ചുരുങ്ങിയ നിഫാസ് അല്പസമയമാണ്. ചുരുങ്ങിയത് അല്പസമയമാണ്. സാധാരണ 40 ദിവസവും കൂടിയാൽ 60 ദിവസവുമാണ്. സാധാരണ നിലയിൽ 40 ദിവസം, കൂടിയാൽ 60 ദിവസമാണ്. കുളിയുടെ ഫർളുകൾ നമുക്ക് നോക്കാം. കുളിയുടെ ഫർള് 1. കുളി എന്ന ഫർളിനെ ഞാൻ വീട്ടുന്നു എന്നോ വലിയ അശുദ്ധിയെ ഞാൻ ഉയർത്തുന്നു എന്നോ മറ്റോ കരുതുക. കുളി എന്ന ഫർളിനെ ഞാൻ വീട്ടുന്നു എന്നോ വലിയ അശുദ്ധിയെ ഞാൻ ഉയർത്തുന്നു എന്നോ കരുതുക. ഇതാണ് നിയ്യത്ത്. രണ്ടാമത്തത് ശരീരം മുഴുവനും വെള്ളം ചേർക്കുക. ശരീരം മുഴുവനും വെള്ളം ചേർക്കുക. ഇനി വുളുവിൻ്റെ ഷർത്തുകളെല്ലാം കുളിക്കും ഷർത്തുകളാണ്. വുളുവിൻ്റെ 5 ഷർത്തുകൾ കുളിക്കും അത് ഷർത്തുകളായി പരിഗണിക്കും. അഥവാ വെള്ളം തഹൂറായിരിക്കുക, അവയവങ്ങളിൽ വെള്ളം ഒലിപ്പിക്കുക, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അത് കുളിയുടെയും ഷർത്തുകളാണ്. ഇനി കുളിയുടെ ചില സുന്നത്തുകൾ നോക്കാം നമുക്ക്. കുളിയുടെ ചില സുന്നത്തുകൾ. തുടക്കത്തിൽ ബിസ്മി ചൊല്ലുക. കുളിക്കുന്നതിൻ്റെ തുടക്കത്തിൽ ബിസ്മി ചൊല്ലുക. ശരീരത്തിലെ മോശപ്പെട്ട വസ്തുക്കളെ നീക്കം ചെയ്യുക. വായിൽ വെള്ളം കൊപ്പിളിക്കുക. മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുക. കുളിയുടെ മുമ്പായി വുളു ചെയ്യുക. കുളി കഴിഞ്ഞ ഉടനെ വുളുവിന് ശേഷമുള്ള ദുആ ചൊല്ലുക. വുളുവിന് ശേഷം ഒരു ദുആ നമ്മൾ ചെയ്യാറുണ്ട്. ആ ദുആ കുളിയുടെ ശേഷവും നമ്മൾ ഉപയോഗിക്കുക. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അല്ലാഹുമ്മ ജഅൽനി മിനത് തവ്വാബീൻ വജഅൽനി മിനൽ മുതതഹിരീൻ വജഅൽനി മിൻ ഇബാദികസ് സ്വാലിഹീൻ സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. ഇതും കൂടി നമ്മൾ കുളിച്ചതിന് ശേഷം പ്രാർത്ഥിക്കുക. അഥവാ നമ്മുടെ കണ്ണും കയ്യുമെല്ലാം മേലോട്ട് ഉയർത്തി ആകാശത്തേക്ക് ഉയർത്തിയാണ് ഇത് പറയേണ്ടത്. ഇനി 2 പെരുന്നാൾ, ജുമുഅ എന്നിവയ്ക്കും റമളാനിലെ എല്ലാ രാത്രികളിലും ശരീരത്തിലെ അഴുക്കുകളും മോശം വാസനയും നീക്കാനും കുളി സുന്നത്താകുന്നു. 2 പെരുന്നാൾ, ജുമുഅ
അതുപോലെ റമദാനിലെ എല്ലാ രാത്രികളിലും ശരീരത്തിലെ അഴുക്കുകളും മോശം വാസനയും നീക്കാൻ കുളി സുന്നത്താണ്. നമുക്കിനി പാഠത്തിൻ്റെ തദ്രീബാത്ത് നോക്കാം. എന്തു ചെയ്യണം? ഇതാണ് ഒന്നാമത്തെ തദ്രീബാത്തിൻ്റെ ഭാഗം. ഉറങ്ങിയതിന് ശേഷം നിസ്കരിക്കാൻ എന്ത് ചെയ്യണം? വുളൂ ചെയ്യണം. 2. മനിയ പുറപ്പെട്ടാൽ എന്ത് ചെയ്യണം? കുളിക്കണം. 3. ഹൈദ് അവസാനിച്ചാൽ എന്ത് ചെയ്യണം? കുളിക്കണം. 4. കീഴ്വായു പോയതിനു ശേഷം നിസ്കരിക്കാൻ വുളൂ ചെയ്യണം. രണ്ടാമത്തെ ഭാഗം യോജിച്ചവ ചേർക്കാം എന്നതാണ്. നമുക്ക് നോക്കാം. 1. ഹൈദ് എന്നതിനോട് യോജിച്ച ഇടത് ഭാഗത്തുള്ള പദം എന്താണ്? സാധാരണ 6-7 ദിവസം. ഹൈദ് സാധാരണ 6-7 ദിവസം. 2. നിഫാസ് സാധാരണ 40 ദിവസം. സാധാരണ 40 ദിവസം. 3. കുളിയുടെ ഫർളുകൾ 2. കുളിയുടെ ഫർളുകൾ 2. 4 നമ്പർ വുളൂഇൻ്റെ ഫർളുകൾ 6. വുളൂഇൻ്റെ ഫർളുകൾ 6. 5. വലിയ അശുദ്ധി ഉണ്ടാകും മനിയ് പുറപ്പെട്ടാൽ. വലിയ അശുദ്ധി ഉണ്ടാകും മനിയ് പുറപ്പെട്ടാൽ. 6. ചെറിയ അശുദ്ധി ഉണ്ടാകും മൂത്രിച്ചാൽ. ചെറിയ അശുദ്ധി ഉണ്ടാകും മൂത്രിച്ചാൽ. ഇനി മൂന്നാമത്തെ ഭാഗം നമുക്ക് നോക്കാം. ആലോചിച്ച് പറയാം. കുളിയുടെ ശേഷം ചെല്ലേണ്ട ദുആ. കുളിയുടെ ശേഷം ചെല്ലേണ്ട ദുആ എന്താണ്? വുളൂഇന് ശേഷം ചെയ്യേണ്ട അതേ ദുആ തന്നെയാണ്. അതിങ്ങനെയാണ്: അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു അല്ലാഹുമ്മ ജഅൽനി മിനത്ത് തവ്വാബീൻ വജഅൽനി മിനൽ മുതത്വഹിരീൻ വജഅൽനി മിൻ ഇബാദിക സ്വാലിഹീൻ സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്. തദ്രീബാത്തിൻ്റെ 4ാമത്തെ ഭാഗം ഉത്തരം പറയാം എന്നതാണ്. കുളി എന്നാൽ എന്താണ്? ഉത്തരം: നിയ്യത്തോടുകൂടി ശരീരം മുഴുവനും വെള്ളം ഒലിപ്പിക്കലാണ് കുളി. ചോദ്യം 2. കുളിയുടെ നിയ്യത്ത് ഏതാകുന്നു? ഉത്തരം: കുളി എന്ന ഫർളിനെ ഞാൻ വീട്ടുന്നു, അല്ലെങ്കിൽ വലിയ അശുദ്ധിയെ ഞാൻ ഉയർത്തുന്നു. ഇതാണ് കുളിയുടെ നിയ്യത്ത്. ചോദ്യം 3. കുളിക്കൽ സുന്നത്തുള്ള ചില കാര്യങ്ങൾ ഏവ? കുളിക്കൽ ആവശ്യമായ ചില സുന്നത്തുള്ള കാര്യങ്ങൾ: 2 പെരുന്നാൾ, ജുമുഅ, റമദാനിലെ എല്ലാ രാത്രികളിൽ. ചോദ്യം 4. കുളിയുടെ സുന്നത്തുകളിൽ 4 എണ്ണം. കുളിയുടെ സുന്നത്തുകളിൽ 4 എണ്ണം ഏതെല്ലാം? കുളിയുടെ സുന്നത്തിൽ ചില സുന്നത്തുകൾ നോക്കാം. തുടക്കത്തിൽ ബിസ്മി ചൊല്ലുക, ശരീരത്തിലെ മോശപ്പെട്ട വസ്തുക്കളെ നീക്കം ചെയ്യുക, വായിൽ വെള്ളം കൊപ്പിളിക്കുക, മൂക്കിൽ വെള്ളം കയറ്റിച്ചീറ്റുക, കുളിയുടെ മുമ്പായി വുളൂ ചെയ്യുക, കുളി കഴിഞ്ഞ ഉടനെ വുളൂഇന് ശേഷമുള്ള ദുആ ചൊല്ലുക. ഇതാണ് അതിൻ്റെ സുന്നത്തുകൾ. അടുത്ത ചോദ്യം, 5ാമത്തെ ചോദ്യം: കുളിയുടെ ഷർത്തുകൾ ഏതെല്ലാം? കുളിയുടെ ഷർത്തുകൾ വുളൂഇൻ്റെ അതേ ഷർത്തുകൾ തന്നെയാണ്. വെള്ളം ശുദ്ധിയുള്ളതായിരിക്കുക, കഴുകപ്പെടുന്ന അവയവങ്ങളിൽ വെള്ളം ഒലിപ്പിക്കുക, കഴുകപ്പെടുന്ന അവയവങ്ങളിൽ വെള്ളം ചേരുന്നതിനെ തടയുന്നവ ഒന്നുമില്ലാതിരിക്കുക. ഇങ്ങനെയുള്ള വുളൂഇൻ്റെ ഷർത്തുകൾ 5 എണ്ണമുണ്ട്. ആ 5 എണ്ണവും കുളിയുടെ ഷർത്തുകളിൽ പെട്ടതാണ്. നന്നായി പഠിക്കാനും മനസ്സിലാക്കാനും പരീക്ഷയിൽ ഉന്നത വിജയം നേടാനും നമുക്ക് സാധിക്കട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.